നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥപിതാവേ, അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ വന്നിരിക്കുന്നു. കർത്താവേ, അടിയങ്ങൾക്ക് ഞങ്ങളോട് പറയാനുള്ളത് അവിടുന്ന് പറയണമേ. അത് സ്പഷ്ടമായി കേൾക്കുവാനും ഹൃദയത്തിൽ ഏറ്റെടുക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ മുഖത്തേക്ക് തന്നെ ഞങ്ങൾ നോക്കുന്നു. അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവിടുത്തെ കൃപയിൽ കാവൽ ചെയ്യണമേ. മഹത്വം മുഴുവൻ അവിടുന്ന് എടുക്കണമേ. പുത്രന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് കന്യോട് കേൾക്കുമാറാകണമേ. ആമേൻ. സ്തോത്രം. നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന ഈ നല്ല സമയത്തിനായിട്ട് കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് സന്തോഷത്തോടെയും ഉത്സാഹത്തോടെയും ആയിരിക്കാം. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 17-ാം വാക്യം നമുക്ക് വായിക്കാം. യാക്കോബ് 4:17. നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെ. ഒന്നുകൂടെ പറയാം. നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും അത് ചെയ്യാത്തവന് പാപം തന്നെ. തെറ്റ് ചെയ്യുന്നത് പാപമാണെന്ന് നാം അറിയുന്നു. നമുക്കെല്ലാവർക്കും അറിയാം. തെറ്റ് ചെയ്യാൻ പാടില്ല, തെറ്റ് ചെയ്യുന്നത് പാപമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മൾ തെറ്റ് ചെയ്യുന്നവരാണ്. നമുക്കറിയാമെങ്കിലും, അത് പാപമാണെന്ന് അറിയാമെങ്കിലും തെറ്റ് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് നമുക്ക് വളരെ ശ്രദ്ധയോടെ ഇരിക്കാം. എന്നാൽ യാക്കോബ് പറയുന്നത് ശരി ചെയ്യാതെ ഇരിക്കുന്നതും പാപമാണ്. തെറ്റ് ചെയ്യുന്നത് മാത്രമല്ല പാപം, ശരിയായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. ആ ശരിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതെ ഇരിക്കുന്നതും പാപമാണ്. അപ്പം തെറ്റ് ചെയ്യരുത്, അത് പാപമാണ്. തെറ്റ് ചെയ്ത പാപമാണ്. ശരി ചെയ്യാതെ ഇരുന്ന പാപമാണ്. മനസ്സിലായോ? ഉദാഹരണത്തിന്, കള്ളം പറയുന്നത് പാപമാണ്, എന്നാൽ സത്യം അറിഞ്ഞിട്ട് അത് പറയാതിരിക്കുന്നതും പാപമാണ്. കള്ളം പറയുന്നത് പാപമാണ്, എന്നാൽ ചില സത്യങ്ങൾ നമ്മൾ പറയാനുണ്ട്. ആ സത്യം പറയാതിരിക്കുന്നതും പാപമാണ്. മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ റിപ്പീറ്റ് ചെയ്യണോ? ശരി, പാപമാണ്. എന്നാൽ സത്യം അറിഞ്ഞിട്ട് അത് പറയാതിരിക്കുന്നതും പാപമാണ്. ഒരാൾക്കെതിരായി ദൂഷണം പറയുന്നത് പാപമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആരെക്കുറിച്ചെങ്കിലും ദൂഷണം പറയുന്നത് പാപമാണ്. അതറിയാത്ത ഒരാൾ ഇതിനകത്തില്ല. ഞാനത് വിശ്വസിക്കുന്നു. കുഞ്ഞുങ്ങൾ വരെ അറിയും, അവർക്ക് വരെ അറിയാം ദൂഷണം പറയരുതെന്ന്. പക്ഷെ ദൂഷണം പറയുന്നുണ്ട്. അതാണ് നമ്മുടെ ശ്രദ്ധയില്ലായ്മ. ഒരാളിന് നമ്മുടെ സൗഹൃദം ആവശ്യമുള്ളപ്പോൾ അയാളെ ഒഴിഞ്ഞു കളയുന്നതും പാപമാണ്. ഒരാള് നമ്മളിൽ നിന്ന് സൗഹൃദം ആഗ്രഹിക്കുന്ന സമയത്ത് വളരെ താല്പര്യത്തോടെ വരികയാണ്, ആരോടും മിണ്ടാനില്ല, ഒന്ന് ഹൃദയം ഒന്ന് പങ്കുവെക്കാനില്ല. അങ്ങനെയുള്ള ഒരാള് വരുമ്പോ
അയാളെ ഒഴിഞ്ഞു പോകുന്നത്, നമ്മൾ കണ്ടിട്ടില്ലാത്ത ഭാവത്തില് അയാളുടെ മുഖം കൊടുക്കാതെ നമ്മൾ മാറുന്നത്, അതും പാപമാണ്. ഒഴിഞ്ഞു കളയുന്നതും പാപമാണ്. അതുപോലെ ഒരാളെ വെറുക്കുന്നത് അതും പാപമാണ്. ഒരാളെ നമുക്ക് വെറുക്കാൻ പാടില്ല. വെറുക്കുന്നതും പാപമാണ്. അത് നമുക്കറിയാം. എന്നാൽ അയാളെ സ്നേഹിക്കാതിരിക്കുന്നത് പാപമാണ്. വെറുക്കുന്നത് പാപമാണ്, സ്നേഹിക്കാതിരിക്കുന്നതും പാപമാണ്. പരിശുദ്ധാത്മാവ് നമ്മെ നടത്തുന്നത് പോലെ ഈ കാര്യങ്ങൾ ചെയ്യുവാൻ നാം തയ്യാറായിരിക്കണം. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആളോട് ഇടപെടേണ്ടത് എങ്ങനെയാണെന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് കാണിച്ചു തരും. നമ്മൾ വിജിലൻ്റ് ആണെങ്കിൽ അതുപോലെ നമ്മൾ ചെയ്യണം. എല്ലാ കാര്യത്തിലും യേശുവാണ് നമ്മുടെ മാതൃക. നമുക്ക് ഒരു മാതൃകയുണ്ട്. ജീവിച്ച് ഇരുന്ന ഒരു മാതൃക നമ്മുടെ മുമ്പിലുണ്ട്. നമുക്ക് വരച്ച് കാട്ടിയിരിക്കുന്നു യേശു ക്രിസ്തുവിനെ. അപ്പോസ്തല പ്രവൃത്തി 10:38 യേശുവിനെ കുറിച്ച് പറയുന്നത്, അപ്പോസ്തല പ്രവൃത്തി 10:38 അവിടെ യേശുവിനെ കുറിച്ച് പറയുന്നത്, നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. യേശു ക്രിസ്തുവിനെ ആ പുത്രനെ ദൈവം എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവിനാലും ദൈവിക ശക്തിയാലും അഭിഷേകം ചെയ്തു. അവന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടായിരുന്നു, ദൈവിക ശക്തിയുടെ അഭിഷേകവും ഉണ്ടായിരുന്നു. ദൈവം അവനോടുകൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും, യേശുക്രിസ്തുവിന്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെ ഒക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. യേശുക്രിസ്തുവിനെ പറ്റി നമ്മൾ അറിയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ അറിയുന്നുവല്ലോ. അതുകൊണ്ട് നാമും കരുണ ലഭിക്കുവാനോ, ഒരാൾക്ക് ഒരു ശുശ്രൂഷ ചെയ്യുവാനോ, അല്ലെങ്കിൽ ഒരു ബന്ധം യഥാസ്ഥാനപ്പെടുത്തുവാനോ ദൈവം നമ്മോട് പറയുമ്പോൾ അത് ചെയ്യണം. കർത്താവ് നമ്മളോട് അത് ആവശ്യപ്പെടുമ്പോൾ നമ്മൾ അത് ചെയ്യണം. ചെയ്യാതിരുന്നാൽ അതും നമുക്ക് പാപമാണ്. കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യം, കർത്താവ് നമ്മളോട് പറയുന്ന കാര്യം ചെയ്യാതിരുന്നാലും പാപമാണ്. ലൂക്കോസിന്റെ 12:47 ലൂക്കോസ് 12:47 കർത്താവ് നമ്മോട് പറയുന്നത്, യജമാനന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ഒരുങ്ങാതെയും, യജമാനൻ പിതാവാം ദൈവം യജമാന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ഒരുങ്ങാതെയും അവന്റെ ഇഷ്ടം ചെയ്യാതെയും ഇരിക്കുന്ന ദാസന് വളരെ അടികൊള്ളും. അടികൊള്ളാൻ ആരും ഇഷ്ടപ്പെടാത്തത് കൊണ്ട് യജമാനൻ പറയുന്നത് ചെയ്യണം. നന്മ എന്താണെന്നും മീഖയുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ പറയുന്നു. മീഖ 6:8 മനുഷ്യ, നല്ലത് എന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. നല്ലത് എന്തെന്ന് ദൈവം നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായി ഇരിപ്പാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കാനും അല്ലാതെ എന്താണ് യഹോവ നിന്നോട് ചോദിക്കുന്നത്? നന്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നാമത് ന്യായം പ്രവർത്തിക്കുക എന്നാണ്. നന്മ ചെയ്യുക എന്ന് പറയുന്നത് ന്യായം പ്രവർത്തിക്കുക. ഒന്നാമത് നമ്മൾ എടുത്താൽ അത് ന്യായം പ്രവർത്തിക്കണം. ന്യായമായതൊന്നും അന്യായമായതൊന്നും നമ്മൾ ചെയ്യരുത്. നാം മുഖപക്ഷം കാണിക്കരുത്. യാക്കോബ് 2:1 പറയുന്നത്, സഹോദരന്മാരെ,
തേജസ്സുള്ളവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത്. 2:1 യാക്കോബ് 2:1 യേശു പറയുന്നത്, അല്ല, യാക്കോബ് പറയുന്നത്, സഹോദരന്മാരെ, തേജസ്സുള്ളവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത്. നമ്മളെല്ലാവരും യേശുക്രിസ്തു വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നാ പറയുന്നത്? മുഖപക്ഷം കാണിക്കരുത്. യാക്കോബ് 3:17 പറയുന്നത്, 3:17 യാക്കോബ് തന്നെ 3:17 പറയുന്നത്, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും, ഉയരത്തിൽ നിന്നുള്ള ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനം ഒന്നാമത് നിർമ്മലവും, പിന്നെ സമാധാനവും ശാന്തതയും അനുസരണവും ഉള്ളതും, കരുണയും സൽഫലവും നിറഞ്ഞതും, പക്ഷപാതവും കപടവും ഇല്ലാത്തതും ആകുന്നു. എന്തെല്ലാമാണ്? ഒന്നാമത് അത് നിർമ്മലമാണ്, പിന്നെ സമാധാനമാണ്, പിന്നെ ശാന്തതയാണ്, അനുസരണമാണ്, പിന്നെ കരുണയും സൽഫലവും നിറഞ്ഞത് ആകുന്നു. രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരു കാര്യം ഉണ്ടാകുമ്പോൾ ഒരാൾ ദരിദ്രനാണെന്ന് വെച്ച് അവന്റെ പക്ഷം പിടിക്കരുത്. നമുക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ട്, അങ്ങേറ്റൊരു ഒരു പാവ എന്ന് പറഞ്ഞ് അവന്റെ പക്ഷം പിടിക്കും. അവന്റെ പക്ഷം പിടിക്കരുത് എന്ന് പറഞ്ഞാൽ ആരുടെയും പക്ഷം നമ്മൾ പിടിക്കരുത്. ഇനി മറ്റേയാൾ ധനവാനാണെന്ന് വെച്ച് അവന്റെ പക്ഷം പിടിക്കരുത്. അവന് കാശുണ്ടോ, ധനവാനാ, അവന്റെ പക്ഷം പിടിച്ചേക്കാന്ന് അത് വരുത്. ഇത് രണ്ടും തെറ്റാണ്. ദരിദ്രന്റെയും ധനവാന്റെയും പക്ഷം പിടിക്കുന്നത് തെറ്റാണ്. ദൈവവചനപ്രകാരവും പരിശുദ്ധാത്മാവിന്റെ നിർദ്ദേശപ്രകാരവും ന്യായപ്രമാണം നമുക്ക് ബോധ്യം തരുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യാവൂ. അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ഓരോ കാര്യം ചെയ്ത് പോകരുത്. രണ്ടാമത്, നാം ദയാതൽപരരായിരിക്കണം. ഒന്നാമത് നമ്മൾ കേട്ടത് എന്താണ്? ഒന്നാമത് നമ്മൾ ന്യായം പ്രവർത്തിക്കണം. രണ്ടാമത് നമ്മൾ ദയാതൽപരരായിരിക്കണം. ദയ കാണിക്കാൻ, ഒരാളോട് ഇടപെടുമ്പോൾ ദയോടും സമാധാനത്തോടും ഇടപെടാൻ നമ്മൾ തയ്യാറായിരിക്കണം. ദൈവത്തെക്കുറിച്ച് നാം വായിക്കുന്നത് പുറപ്പാട് പുസ്തകം 34:6 യഹോവ അവന്റെ മുൻപാകെ കടന്ന്, ജോഷിയുടെ മുൻപാകെ കടന്നെന്നാണ് കടന്ന് ഘോഷിച്ചത് എന്തെന്നാൽ, യഹോവയായ ദൈവം കരുണയും കൃപയും ഉള്ളവൻ. കർത്താവ് തന്നെ പറയുകയാണ്, കരുണയും കൃപയും ഉള്ളവൻ. യഹോവയായ ദൈവത്തിന് ദീർഘക്ഷമയും, കർത്താവ് തന്നെ പറയുന്നതാണ്, ദീർഘക്ഷമയും വിശ്വസ്തതയും ഉള്ളവൻ. ഈ ദൈവമാണ് നാം ദയാതൽപരൻ ആയിരിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താ വേണം? നമ്മള് ദയാതൽപരര് ആയിരിക്കണം. അതിന് എക്സെപ്ഷൻ ഇല്ല. ദയ കാട്ടാതിരിക്കാൻ നമുക്ക് യാതൊരു എക്സെപ്ഷനും ഇല്ല. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 12, 13, 14 വാക്യങ്ങളിൽ പറയുന്നത്, കൊലോസ്യർ 3:12, 13, 14 വാക്യങ്ങളിൽ പറയുന്നത്, അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും ആയി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും, ക്ഷമിക്കുക. പൊറുക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും. ക്ഷമിക്കുക, അന്യോന്യം ക്ഷമിക്കുകയും, ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും. തമ്മിലൊരു വഴക്കുണ്ട്,
ഉണ്ടായാൽ എന്താ പറയുന്നേ? നമ്മള് തമ്മിൽ ക്ഷമിക്കണം. വഴക്ക് വിട്ട് നടക്കുന്നത് ശരിയല്ല. ഇന്ന് ഇവിടെ തന്നെ പലരും കാണും, ഭാര്യയും ഭർത്താവും കൂടെ വഴക്കിട്ടിട്ട് വന്നിരിക്കുന്നവര്. ആരൊക്കെ ഉണ്ടെന്ന് ഞാനിപ്പോ പറയുന്നില്ല, അവരവർക്കറിയാം. തമ്മിൽ ക്ഷമിക്കണം. അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. കർത്താവ് നമ്മോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിപ്പിൻ. ആ ക്ഷമിക്കേണ്ട എങ്ങനെയാണെന്നാ പറഞ്ഞിരിക്കുന്നത്? അതിന്റെ വലിപ്പം എന്താണ്? കർത്താവ് നമ്മോട് ക്ഷമിച്ചു. കർത്താവ് നമ്മൾ എന്തെല്ലാം തെറ്റാ ചെയ്തിരിക്കുന്നത്, പക്ഷെ കർത്താവ് അത് മുഴുവൻ നമ്മളോട് ക്ഷമിച്ചു. അതുപോലെ നമ്മൾ ക്ഷമിക്കാനാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരാൾ നമ്മളോട് കുറ്റം കാണിച്ചാൽ നമ്മൾ അവരോട് ക്ഷമിക്കുക. കർത്താവ് നമ്മോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പിൻ. ഇതെല്ലാത്തിനും ഉപരിയായിട്ട് വേണ്ടത് എന്താണ്? സ്നേഹമാണ്. അതാണ് സമ്പൂർണത. ആ സ്നേഹം നമ്മൾ ധരിക്കണം. സ്നേഹമായിരിക്കണം നമ്മുടെ വസ്ത്രം. സ്നേഹം കൊണ്ട് നമ്മളെ തന്നെ പൊതിയണം. സ്നേഹം ധരിപ്പിൻ. ഇവയെല്ലാം നാം ചെയ്യേണ്ട നന്മകളാണ്. അത് ചെയ്യാതിരുന്നാൽ, ഈ നന്മകൾ നമ്മൾ ചെയ്യാതിരുന്നാൽ നമുക്ക് അത് പാപമാണ്. ഇത് നമ്മൾ ചെയ്യാനുള്ളതാണ്. അത് നമ്മൾ ചെയ്യാതിരുന്നാൽ അത് നമുക്ക് പാപമാണ്. അപ്പോൾ നന്മ ചെയ്യാനുള്ള അവസരം നമ്മൾ നന്മ ചെയ്തില്ലെങ്കിൽ അത് നമുക്ക് പാപമാണ്. ഗലാത്യർ 5:22 പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ഫലത്തിൽ ഒന്നാണ് ദയ എന്നാണ്. ഗലാത്യർ 5:22 പറഞ്ഞിരിക്കുന്നത് ദയ. ആ പരിശുദ്ധാത്മാവ് മാത്രമേ നമ്മിൽ ദയ ഉണ്ടാക്കുവാൻ കഴിയുള്ളൂ. പരിശുദ്ധാത്മാവ് വിചാരിച്ചാലേ നമ്മൾ ദയ ഉണ്ടാകുള്ളൂ. അല്ലെങ്കിൽ ദയ എന്ന് പറയുന്നൊരു സാധനം നമ്മളിൽ കാണത്തില്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും പരിശുദ്ധാത്മാവിന് എലയുമായിരിക്കണം. അപ്പോൾ നാം എന്തെല്ലാം പ്രവർത്തിക്കണം എന്ന് പറഞ്ഞേ? നമ്മൾ ന്യായം പ്രവർത്തിക്കണം. 2, നമ്മൾ ദയാതൽപരരായിരിക്കണം. ഇനി മൂന്നാമത് നമ്മളോട് പറയുന്നത്, നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കുക. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ താഴ്മയോടെ നടക്കുക. നോക്കാം, ഓരോ സാഹചര്യത്തിലും ദൈവത്തിന്റെ വചനം നമ്മോട് എന്തു പറയുന്നു എന്ന് ഓർത്ത് അതനുസരിച്ച് നമ്മെ തന്നെ താഴ്ത്തി കൊടുക്കണം. നമ്മളെ താഴ്ത്തണം. ലൂക്കോസ് 1:38 മറിയ, യേശുക്രിസ്തുവിന്റെ അമ്മ മറിയ ദൂതനോട് പറഞ്ഞതുപോലെ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, കർത്താവിന്റെ അടിമദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. അവളെ താഴ്ത്തി കൊടുക്കായിരുന്നു പൂർണ്ണമായിട്ടും. നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ സാഹചര്യങ്ങളിലും നമ്മെ ദൈവത്തിന് താഴ്ത്തി കൊടുക്കുക. ഏതെല്ലാം സാഹചര്യം വന്നാലും, നമുക്ക് ഇഷ്ടമുള്ളതാണെങ്കിലും ഇഷ്ടമില്ലാത്ത സാഹചര്യമാണെങ്കിലും നമ്മളെ ദൈവത്തിന് താഴ്ത്തി കൊടുക്കണം. എൻ്റെ ഇഷ്ടമല്ല, പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ അത്രേ ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് ജീവിച്ചു കാണിച്ച യേശു ക്രിസ്തുവാണ് നമ്മളുടെ മാതൃക. എൻ്റെ ഇഷ്ടമല്ല, സ്വന്തം ഇഷ്ടം ചെയ്യാൻ കഴിവുള്ളവനായിരുന്നു യേശു ക്രിസ്തു. പക്ഷെ അവൻ പറയുന്നത് എന്താണ്? എൻ്റെ ഇഷ്ടമല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. യേശു ക്രിസ്തു അത് പറഞ്ഞെങ്കിൽ നമ്മൾ എത്രയധികം പറയണം, എത്രയധികം അത് അനുസരിക്കണം. മത്തായിയുടെ സുവിശേഷം 11:29 ഇപ്രകാരം പറയുന്നു,
ഞാൻ ഹൃദയത്തിൽ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ ഞാൻ ഹൃദയത്തിൽ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ. നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന മിക്കവാറും ആൾക്കാർക്ക് അത് മനസ്സിലാകത്തില്ല. മുഖം, എൻ്റെ മുഖം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ളവർക്കറിയാം. അതായത് കാളയോ കന്നിനെയോ, കന്നെന്ന് പറഞ്ഞ പോത്ത് കെട്ടി ഉഴണമെന്നുണ്ടെങ്കിൽ, പൂട്ടണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കാളവണ്ടി കണ്ടിട്ടുണ്ടല്ലോ. ഇപ്പം നമ്മുടെ പിള്ളേരെ കാളവണ്ടി കണ്ടിട്ടുണ്ടോ എന്ന് സംശയ. കാളവണ്ടി, അവിടെ 2 കാളയാ കെട്ടുന്നേ. ആ 2 കാളയും കൂടെ ഒന്നിച്ച് പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഈ പെടലിക്ക് നുകം എന്ന് പറയുന്ന സാധനം വെച്ച് കിട്ടും. എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്, ആ കമ്പിൽ നിന്ന് 2 കമ്പ് താഴോട്ട്, 2 അറ്റത്ത് 2 കമ്പ് താഴോട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് ഈ കമ്പ് വെച്ച് അതിൻ്റെ കഴുത്ത് അതിലോട്ട് രണ്ടും കെട്ടും. അത് കെട്ടിയാലേ ഈ കാളയെ നിയന്ത്രിക്കാനൊക്കത്തുള്ളൂ. നമ്മുടെ ബസ്സിനും കാറിനും ഒക്കെ ബ്രേക്കില്ലേ, ആ ബ്രേക്കിന് തുല്യമാണ് ഈ മുഖം. അങ്ങോട്ടും തിരിക്കാം ഇങ്ങോട്ടും തിരിക്കാം, പറയുന്നത് കേൾക്കും, കാള കേൾക്കും. എത്ര കേവം കാളയാണെങ്കിലും ആ പാവപ്പെട്ട കാളക്കാരൻ പറയുന്നത് കാള അനുസരിക്കും, അല്ലെങ്കിൽ അടി കിട്ടും. ഞാൻ ഹൃദയത്തിൽ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ. എന്നാൽ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. അല്ലെങ്കിൽ ആശ്വാസം ഇല്ലാത്തവരായിട്ട് നമ്മൾ ധാരാളം പേരെ കണ്ടിട്ടുണ്ട്. ആശ്വാസം ഇല്ലാത്തവരായിട്ട്, പ്രത്യേകിച്ച് മരിക്കാൻ കിടക്കുമ്പോൾ ആശ്വാസം ഇല്ലാത്തവരായിട്ടാണ് ജീവൻ വേണ്ടിയിട്ട് വരുന്നത്. അതുകൊണ്ട് ഈ ആശ്വാസം നമുക്ക് ലഭിക്കാൻ, ആശ്വാസം കണ്ടെത്തുവാൻ കർത്താവിനോട് ചേർന്ന് നമ്മൾ കർത്താവിൽ നിന്ന് കാര്യങ്ങളെ പഠിക്കണം. അതുകൊണ്ട് എല്ലാ സാഹചര്യത്തിലും നമ്മുടെ ഇഷ്ടത്തെ മാറ്റിവെച്ച് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നമ്മെ തന്നെ താഴ്ത്തി കൊടുക്കണം. നമുക്ക് ഒരു ഇഷ്ടമുണ്ട്, ആ ഇഷ്ടം ചെയ്യാനാണ് നമുക്ക് എല്ലാവർക്കും താല്പര്യമുള്ളത്. പക്ഷേ ആ ഇഷ്ടത്തെ മാറ്റിവെച്ചിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് അന്വേഷിച്ച് അത് ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാകുക. ആവർത്തന പുസ്തകം 10-12-13 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു. ആവർത്തന പുസ്തകം പറയുന്നു, ആകയാൽ ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയെ ഭയപ്പെടുകയും അവൻ്റെ എല്ലാ വഴികളിലും നടക്കുകയും അവനെ സ്നേഹിക്കുകയും നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കുകയും നിന്നോട് ആജ്ഞാപിക്കുന്ന യഹോവയുടെ കൽപ്പനകളും ചട്ടങ്ങളും നിന്റെ നന്മയ്ക്കായി പ്രമാണിക്കുകയും വേണം എന്നല്ലോ നിന്റെ ദൈവമായ യഹോവ നിന്നോട് ചോദിക്കുന്നത്. കർത്താവ് പറയുന്നത് ഇതാ. എന്താ കർത്താവ് പറയുന്നത്? പ്രിയ ആകയാൽ ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയെ ഭയപ്പെടുകയും അവൻ്റെ എല്ലാ വഴികളിലും നടക്കുകയും അവനെ സ്നേഹിക്കുകയും നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കുകയും നിന്നോട് ആജ്ഞാപിക്കുന്ന യഹോവയുടെ കൽപ്പനകളും ചട്ടങ്ങളും നിന്റെ നന്മയ്ക്കായി പ്രമാണിക്കുകയും വേണം. നമ്മൾ ചെയ്യേണ്ട കാര്യം അതാണ്. ഇതല്ലാതെ വേറെ എന്താണ് നമ്മളോട് ചോദിക്കുന്നത് എന്നാണ് പറയുന്നത്. പത്രോസിന്റെ ഒന്നാമത്തെ ലേഖനം 5-ാം അധ്യായം 5-6 വാക്യങ്ങളിൽ പറയുന്നത്,
ഔവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ. ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ. എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചു കൊള്ളുവിൻ. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. നിഗള ഉണ്ടെങ്കിൽ ആ നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നു. താഴ്മയുള്ളവർക്കോ കർത്താവ് എന്ത് ചെയ്യുന്നു? കൃപ കൊടുക്കുന്നു. താഴ്മയുള്ളവർക്ക് കൃപ ലഭിക്കും. നിഗളിയാണെങ്കിൽ കർത്താവിൽ നിന്ന് എതിർപ്പ് പ്രാപിക്കേണ്ടി വരും. നൽകുന്നു. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴെ താണിരിപ്പിൻ. നമ്മളെ ഉയർത്തണം എന്നുള്ള ആഗ്രഹം നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തക്ക സമയത്തെ കർത്താവ് ഉയർത്തത്തുള്ളൂ. നമ്മൾ പറയുന്നുണ്ടെങ്കിൽ നമ്മളെ ഉയർത്തത്തില്ല. അതിനു വേണ്ടിയിട്ട് നമ്മൾ കർത്താവിൻ്റെ കൈകളിൽ താണിരിപ്പിൻ. ക്രിസ്തീയ ജീവിതത്തിൽ കർത്താവിന് നമ്മെ സഹായിക്കാൻ കഴിയണമെങ്കിൽ നാം താഴ്മയുള്ളവരായിരിക്കണം. താഴ്മയുള്ളവരാണെങ്കിൽ മാത്രമേ കർത്താവ് നമ്മളെ സഹായിക്കത്തുള്ളൂ. എഫേസ്യർ 2:10 പറയുന്നത്, നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നമ്മൾ ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. എന്തിനു വേണ്ടിയിട്ട്? അവൻ്റെ പ്രവൃത്തികൾക്കായിട്ട്. നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട്, കർത്താവിൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് യേശു ക്രിസ്തുവിൽ നമ്മൾ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. കർത്താവ് മുന്നൊരുക്കിയിരിക്കുക ഈ കാര്യങ്ങൾ. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം മുന്നൊരുക്കിയിരിക്കുന്ന സൽപ്രവൃത്തികൾ നാം ചെയ്യാതിരുന്നാൽ, ആ മുന്നൊരുക്കിയിരിക്കുന്ന സൽപ്രവൃത്തികൾ നാം ചെയ്യാതിരുന്നാൽ അത് പാപമാണ്. കർത്താവ് നമുക്ക് വേണ്ടിയിട്ട് മുന്നൊരുക്കിയിരിക്കുന്ന സൽപ്രവൃത്തികൾ നമ്മൾ ചെയ്യാതിരുന്നാൽ അത് പാപമാണ്. നന്മ ചെയ്യുന്നതിനെ കുറിച്ച് പത്രോസിന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന ചില വാക്യങ്ങൾ വായിക്കാം. പത്രോസിന്റെ ലേഖനത്തിൽ ചില കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. 1 പത്രോസിന്റെ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 11-12 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാർ എന്ന് ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം എന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. ഞാനത് ഒന്നുകൂടെ വായിക്കാം. ഒന്നുകൂടെ ശ്രദ്ധിച്ചോ കേട്ടോ. പ്രിയമുള്ളവരെ, നമ്മൾ പ്രവാസികളാണ്, പരദേശികളാണ്. അത് ഓർപ്പിക്കുകയാണ് പത്രോസ്. പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാർ എന്ന് ദുഷിക്കും തോറും, നമ്മുടെ അയൽക്കാരെ നമ്മളെ ദുഷിക്കും തോറും, അത് കാരണം എന്താ? ദുഷിക്കുന്ന കാരണം എന്താ? അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല, അവരുടെ ഇഷ്ടം നമ്മൾ സാധിച്ചു കൊടുക്കുന്നില്ല, അതുകൊണ്ട് നമ്മളെ ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട്, അവർ ദുഷിക്കുന്നുണ്ടെങ്കിലും അവർ കാണണം. എന്ത് കാണണം? നമ്മുടെ നല്ല പ്രവൃത്തികളെ. നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം. നിങ്ങളുടെ അയൽക്കാരുടെ ഇടയിൽ നമ്മളുടെ നടപ്പ് നന്നായിരിക്കണം എന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ ഭോഷത്വം, നന്മ ചെയ്തുകൊണ്ട്
ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ ഭോഷത്വം മിണ്ടാതാക്കണം എന്നുള്ളത് ദൈവേഷ്ടമാകുന്നു. ദൈവത്തിന് ആ കാര്യമാണ് ഇഷ്ടം. നമ്മൾ നന്മ ചെയ്തുകൊണ്ട് അവരുടെ ഭോഷത്വം മിണ്ടാതാക്കണം. പത്രോസിന്റെ 1-ാം ലേഖനം 3:13 പറയുന്നത്, നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ ശുഷ്കാന്തി ഉള്ളവരാകുന്നു എങ്കിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നവൻ ആർ? നമ്മൾ നന്മ ചെയ്യാൻ ശുഷ്കാന്തി ഉള്ളവരാണെങ്കിൽ ആരും നമുക്ക് ദോഷം ചെയ്യത്തില്ല. ദോഷം ചെയ്യുന്നവൻ ആർ? 17-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ കഷ്ടം സഹിക്കണമെന്ന് ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടല്ല ആ കഷ്ടം അനുഭവിക്കേണ്ടത്. തിന്മ ചെയ്തിട്ടല്ല, നന്മ ചെയ്തിട്ട് ആ കഷ്ടം അനുഭവിക്കണം. നമ്മൾ തിന്മ ചെയ്തിട്ട് കഷ്ടം അനുഭവിക്കേണ്ട, നന്മ ചെയ്തിട്ട് നമ്മൾ കഷ്ടം അനുഭവിക്കണം. അതുകൊണ്ട് പത്രോസിന്റെ 1-ാം ലേഖനം 4:19 പറയുന്നത്, അതുകൊണ്ട് ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവൻ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ ഭരമേൽപ്പിക്കട്ടെ. നമ്മളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ, ദൈവത്തിൽ ഭരമേൽപ്പിക്കട്ടെ. 1 തെസ്സലോനിക്കർ 5:14-15 വാക്യങ്ങളിൽ പൗലോസ് പറയുന്നത്, സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ട് നടക്കുന്നവരെ ബുദ്ധി ഉപദേശിക്കും, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ. ഉൾക്കരുത്തില്ലാത്തവരുണ്ട്, അവരെ ധൈര്യപ്പെടുത്തുവിൻ. ബലഹീനരെ താങ്ങുവിൻ. എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പിൻ. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാറില്ല താനും. അത് എല്ലാവരോടും ദീർഘക്ഷമ. ഒരുത്തൻ നമ്മളോടൊരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്നാണ് നമുക്ക് കോപം ജ്വലിക്കുന്നത്. ഇല്ല, ദീർഘക്ഷമ കാണിപ്പിൻ. ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പിൻ. തമ്മിലും എല്ലാവരോടും എല്ലായ്പ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പിൻ. എല്ലാവരോടും എല്ലായ്പ്പോഴും നന്മ ചെയ്തുകൊണ്ട് ഇരിപ്പിൻ. നാം ഇവിടെ കേട്ട ഈ വാക്യങ്ങളെല്ലാം നന്മ ചെയ്യുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിച്ചിരിക്കുന്നു. ദൈവവചനത്തിൽ എല്ലായിടത്തും രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ചെയ്തു പോരേണ്ട നന്മയെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ സന്തോഷത്തിൻ്റെയും സങ്കടത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും കഷ്ടതയുടെയും സാഹചര്യങ്ങളിലെല്ലാം ദൈവവചനം ഓർപ്പിക്കുന്നത് പോലെ നന്മ ചെയ്യുവാൻ നമുക്ക് ഉത്സാഹിക്കാം. അവസരങ്ങളൊക്കെ വളരെ മോശമാണ്, പക്ഷേ നമുക്ക് നന്മ ചെയ്യാനായിട്ട് ഉത്സാഹിക്കാം. എപ്പോഴും ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായി ഇരിപ്പാനും ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ ഇരിപ്പാനും നമുക്ക് ഉത്സാഹിക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആമേൻ.